ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഇന്നൊരു തിരക്ക് പിടിച്ച ഒരു സൺഡേ ആണ്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു കേരള മാർക്കറ്റ് വരെ, നമ്മുടെ അടുത്തുള്ള ഒരു കേരള മാർക്കറ്റ് വരെ പോവാണ്. അവിടെ നിന്ന് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം ഒത്തിരി ഒന്നും ഞാൻ ഇപ്രാവശ്യം വാങ്ങിക്കുന്നില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് മുട്ടയാണ് മെയിനായിട്ട്. മുട്ടയൊക്കെ ഞങ്ങൾ താറാമുട്ടയൊക്കെ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം വാങ്ങിച്ചു. അവിടെ അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ പുൽക്കൂടുകൾ, പല പുൽക്കൂടുകൾ അതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ക്രിസ്മസൊക്കെ ആകാറായല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ഒരു എക്സിബിഷൻ കം സെയിൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ നടക്കുന്നു. അതിപ്പം തുറന്നു വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ ഒരു 10-11 മണി സമയമാണ്. അപ്പോൾ അതെല്ലാം തുറന്നു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ അതിനകത്ത് കയറി ചുമ്മാ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. അപ്പം കൂടുതലും നമ്മുടെ ഇങ്ങനെ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, മൺകൊണ്ടുള്ള പാത്രങ്ങളും പിന്നെ കൂടുതലും പ്രതിമകളാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ എല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സംഗതികളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചട്ടിയൊന്നും വാങ്ങിച്ചില്ല, കാരണം ആ ചട്ടി കണ്ടിട്ട് എനിക്ക് വലിയൊരു ഇത് തോന്നിച്ചില്ല കണ്ടിട്ട്. പിന്നെ ഇങ്ങനെയുള്ള സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മൾ ഈ ഓൺലൈനിൽ ആമസോണിലൊക്കെ കാണുന്ന ടൈപ്പ് കുറേ ഇങ്ങനത്തെ പാത്രങ്ങൾ, കുറേ പ്ലേറ്റ്സ്, പിന്നെ നമ്മൾ ഈ ഉപ്പിടുന്ന ഭരണി, അങ്ങനെയുള്ള കുറേ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇതൊന്നും വാങ്ങിച്ചില്ല, കാരണം എനിക്കൊന്നും ഒന്ന് വെക്കാനും സ്ഥലമില്ല. ഇത് പിന്നെ പൊട്ടിപ്പോകുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ കൂടുതൽ വാങ്ങിച്ച് വെച്ചാലും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. അതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ചുമ്മാ ഇതൊക്കെ വാങ്ങിച്ച് വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അനാവശ്യമായിട്ട് അങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല. എനിക്ക് തോന്നി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ വാങ്ങിക്കാറുള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ബാഗുകളുടെ കുറേ കാര്യങ്ങൾ, അങ്ങനെ പല ടൈപ്പിലുള്ള ഇങ്ങനത്തെ കുറേ കാണാൻ ഭംഗിയുള്ള കുറച്ച് ബാഗുകൾ. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് കമ്മലാണ്. ഞാൻ കമ്മൽ വാങ്ങിച്ചു, പക്ഷെ വലിയ വില എനിക്ക് തോന്നിച്ചില്ല. അവർ പറയുന്നത് ഒത്തിരി ഭയങ്കരമായൊരു വില അവർ പറഞ്ഞില്ല. സാധാരണ ഇങ്ങനെയുള്ളിടത്തൊക്കെ ഇവിടെയൊക്കെ വയ്ക്കുമ്പോൾ അവർക്ക് വായി തോന്നുന്ന ഒരു കാണാൻ ഒത്തിരി ഇതൊന്നും ഇല്ലാത്ത കമ്മലാണെങ്കിൽ അവർക്ക് വായി തോന്നുന്ന ഒരു വലിയ വില അങ്ങ് പറയുകയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത് കുറച്ചുണ്ട് കാണാൻ. ഇത് ആക്ച്വലി ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒരു ആൾക്കാരും പിന്നെ കാണാനൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിരുന്നായിരിക്കും. ഞങ്ങൾ വൈകുന്നേരം ഒന്നും പോയില്ല. ഞങ്ങൾ രാവിലെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറിയതാണ്. പിന്നെ സ്റ്റീൽ ഐറ്റംസ് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാര്യങ്ങളൊക്കെ നോക്കി. അടികൊണ്ടുള്ള കളിപ്പാട്ടങ്ങളാണോ? ഇത് കണ്ടോ? എല്ലാം തടി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളാണ്. പിന്നെ അവിടെ കുറേ അച്ചാറുകൾ, പലതരത്തിലുള്ള അച്ചാറുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഒത്തിരി, പക്ഷേ ഇതെല്ലാം ഞാൻ ആമസോണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എവിടെ നമ്മളെ കേട്ടത്തൊന്നുമില്ല. പിള്ളേരുടെ കുറേ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ, അതുപോലുള്ള ബോട്ടുകൾ, പിന്നെ ട്രെയിനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു വൈകുന്നേര സമയമാകുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഓണാകുന്നത്. അപ്പം വൈകുന്നേരം വന്നാൽ നല്ലതായിരിക്കും. ശ്രീരി ഇങ്ങനെ പറഞ്ഞു വൈകുന്നേരം വന്നാൽ നല്ലതായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ വൈകുന്നേരം ഒന്നും വന്നില്ല.
പിന്നെ അവിടെ ഇങ്ങനെ മാർബിളിൻ്റെ നമ്മുടെ ചപ്പാത്തി പലക, ഇടികല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങി പോന്നു. അങ്ങനെ ഞാൻ വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല, കമ്മൽ മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഈ ശനി നേരം കംപ്ലീറ്റ് ഷോപ്പിംഗ് ആയിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയൊന്നും ഞങ്ങൾ ഇവിടുന്ന് മുട്ടയൊന്നും മേടിക്കാൻ പോയില്ല. അപ്പം ഈ ആഴ്ച അങ്ങ് പോയി അതെല്ലാം തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ ഇത്തവണ അധികം കാര്യങ്ങളൊന്നുമില്ല. പഴം മേടിച്ചു, ഈ താറാമുട്ട മേടിച്ചു, കുറച്ച് നാടൻ കോഴിമുട്ട മേടിച്ചു, പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒന്നും കൂർക്ക ആ വക ഐറ്റംസ് ഒന്നും ഇത്തവണ എന്തോ എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല. പിന്നെ അവിടെ ഇടിഞ്ചക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. ഇന്നലെ ഞാൻ ഇവിടുത്തെ നമ്മുടെ ഇവിടെ ഞാൻ KPN പോയി പച്ചക്കറിയൊക്കെ മറ്റുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചപ്പോഴത്തേനും ഞാൻ ഇടിഞ്ചക്ക കണ്ടെടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇന്ന് പോകുമെന്ന് ഇന്നലെ തീരുമാനിച്ചാണ് ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ പോയി മുട്ടയൊക്കെ വാങ്ങിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ഇനി നമുക്ക് ഉച്ചക്കത്തെ ഇതുവരെ 12 മണിയായ സമയം ഇതുവരെ ഒരു കുക്കിങ്ങും കാര്യങ്ങളും നടന്നിട്ടില്ല. ചോറ് പോലും വെച്ചിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം വെക്കാൻ ഞാൻ രാവിലെ, കാരണം ഇപ്പം ഭയങ്കര തണുപ്പാണ്. എന്താ ഈ പറഞ്ഞല്ലേ, നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചോറൊക്കെ തണുത്ത് വരച്ച് പോകും, അപ്പോൾ ഒരു സുഖം കാണത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആയാൽ മതി എന്നുള്ള രീതിയിലിരുന്നു. അപ്പം ഇന്ന് ലളിതമായി ഇന്നലെ ഞായറാഴ്ച ഇന്നലെ ഞാൻ കുറച്ച് ഗീ റൈസ്, അത് ഞാൻ വീഡിയോ ഞാൻ വലുതായിട്ട് കുക്കിംഗ് ഒന്നും ഇന്നലത്തെ എടുത്തിട്ടില്ലായിരുന്നു. ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് താറാമുട്ട കൊണ്ട് ഒരു ചീര കുറച്ച് അരിഞ്ഞ ഇരിപ്പുണ്ട്, പാലക്ക. അപ്പം അതും താറാമുട്ടയും കൊണ്ട് ഒരു തോരനും ഉണ്ടാക്കാം. പിന്നെന്താണ് ഒഴിക്കാൻ എന്തെങ്കിലും ഒക്കെ വെക്കണം, ഒഴിക്കാൻ ഒരു എന്തെങ്കിലും ഉണ്ടാക്കണം. വല്ല രസമോ, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ രസമൊക്കെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രസം വല്ലതും വെക്കാമെന്ന് വിചാരിച്ചു. രസവും ഈ മുട്ടത്തോരനും വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊന്നും ഞാൻ വെക്കുന്നില്ല. ഇന്ന് വളരെ ലളിതമായി ഒരു കംഫർട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചിക്കനൊക്കെ കഴിച്ചതാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരമേ ചിക്കൻ ഉണ്ടായിരുന്നു, ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു. അതിൻ്റെ ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഗീ റൈസും ചിക്കൻ കറി ഇന്നലെ വെച്ചു. ഇന്നലെ രാവിലെ പുറത്തു പോയി ഫുഡ് കഴിച്ചു. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് വളരെ ലളിതമായ ഒരു ഊണായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുക്കിംഗ് ഞാൻ അധികം എടുക്കത്തില്ലെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒത്തിരി കുക്കിംഗ് എടുക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം വലിയ ഒരു പ്രത്യേകത ഉള്ള ഒരു സംഭവമൊന്നും സ്പെഷ്യലായിട്ട് ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പോയി ഇനി ഉച്ചക്കത്തേക്കുള്ള കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കി ചോറൊക്കെ വെച്ച് വെക്കട്ടെ. അപ്പം ഞാൻ രസം ഉണ്ടാക്കി, ചീരയും മുട്ടയും കൂടെ തോരനും ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ. ചോറും വെച്ചു. എല്ലാം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം അത് മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ലഞ്ചാണ്. പക്ഷെ ഈ ഒരു തണുത്ത കാലാവസ്ഥയിലെ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറും രസവും നല്ലതാണ്. എന്നൊരു നോ കോക്കനട്ട് ലഞ്ചാണ്. ഇന്ന് തേങ്ങ ഇരിപ്പുണ്ട്, പക്ഷെ തിരുമാനുള്ള മടിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, എനിക്കും തിരുമാമയും ശ്രീഹരിക്കും തിരുമാമയും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അതില്ലാതെ ഒരു മുട്ടയും ചീരയും കൂടെ തോരന ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകണം. ഇപ്പം ഞാൻ ഈ വീഡിയോ വരുമ്പോഴത്തേനും അത് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി ചോറ് കഴിക്കുക, പാത്രം കഴുകുക, എല്ലാം അടുക്കളയെല്ലാം വൃത്തിയാക്കുക, എന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. എവിടെ പോകാൻ തീരുമാനിച്ചത്? ഇന്നും കൂടെ പോകണം. കാരണം നമുക്ക് ഈ വീക്ക് ഡേയ്സിലൊന്നും ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല. രാവിലെ ജസ്റ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളതല്ലാതെ ഇടയ്ക്ക് നമ്മളൊന്നും പുറത്തോട്ടൊന്നും ഇപ്പോൾ ഇറങ്ങുന്നേ ഇല്ല. ആ ഒരു 5 ദിവസം ഫുൾ ഇതിനകത്താണ്. പിന്നെ അപ്പം ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു.
ഞാനിവിടുത്തെ പുറത്തെ കാലാവസ്ഥ കാണിച്ചത് ഇപ്പോൾ. ഇത് ലാസ്റ്റ് സൺഡേ എടുത്ത വീഡിയോയാണ്, കഴിഞ്ഞ സൺഡേ. അത് ഞാൻ ഈ സൺഡേ ഇടുന്നേ ഉള്ളൂ. കഴിഞ്ഞ സൺഡേ ആ വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ കാലാവസ്ഥ ആക്ച്വലി ആദ്യം ഈ വിൻ്ററൊക്കെ തുടങ്ങുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് ഈ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് വരും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് വെളിച്ചം, രാവിലെ ഒരു കുറച്ചൊക്കെ വെളിച്ചവും കുറച്ച് സൂര്യനെയൊക്കെ കാണുക, രാവിലെ സൂര്യൻ ഒഴിച്ച് വരുന്നതും ഒക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം എനിക്കിഷ്ടം. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് സുഖമെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തോന്നാത്തൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ തുണിയൊന്നും ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല. അടുത്ത സെറ്റ് നനയ്ക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ഇത് ഉണങ്ങി കിട്ടാത്തതുകൊണ്ട്, ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നനയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെങ്കിലും ഉണങ്ങി കിട്ടും. രാത്രിയിലിട്ടാൽ വീണ്ടും രാവിലെ ആദ്യം തൊട്ട് ഉണക്കേണ്ടി വരും. കാരണം രാത്രിയിലാണ് രാത്രിയിൽ നമ്മളിവിടെ തുണി ഇട്ടിട്ട് പോയി കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ നനഞ്ഞിരിക്കും. വെള്ളം വീണെന്നാണ്, വെള്ളം ഇങ്ങനെ ഒരു തണുപ്പിൻ്റെ ഒരു സുഖം കാണത്തില്ല. അത് ആ തുണി എടുത്ത് വെക്കാനും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഇപ്പോൾ ചോറൊക്കെ ഉണ്ണട്ടെ. അപ്പോൾ അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി ഓട്ടോയിലൊക്കെ കയറിയപ്പോഴത്തേന് പതുക്കെ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയമാണ്, ബാംഗ്ലൂർ. നമ്മുടെ ക്രിക്കറ്റൊക്കെ കളിയൊക്കെ നടക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയം. അപ്പം അവിടെ നമ്മളൊരു അക്വേറിയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ബാംഗ്ലൂരിൽ കാണുന്ന ബാംഗ്ലൂരിലുള്ള കബൺ പാർക്കിൻ്റെ ഒക്കെ ഭാഗത്ത് ഒരു അക്വേറിയം ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ വലിയൊരു പ്രതീക്ഷയോടല്ല പോയത്, ചുമ്മാ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കയറി കണ്ടപ്പം ആക്ച്വലി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി തരത്തിലുള്ള മീനുകളും കാര്യങ്ങളും ഒത്തിരി കാണാനുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര രീതിയിലൊരു രസമായിരിക്കും ഇത് കാണുന്നത്. ഇങ്ങനെ കണ്ട് തെരണ്ടി, അങ്ങനെ കുറേ എന്താ പറയുക, ഒത്തിരി ടൈപ്പ് മീനുകൾ. ആദ്യം തുടക്കത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന അലങ്കാര മത്സ്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം തുടക്കത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നെ മുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒത്തിരി ടൈപ്പ് മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ അക്വേറിയം എന്ന് പറഞ്ഞപ്പം അങ്ങനെ കുറേ പലരും ഇങ്ങനെയുള്ള അലങ്കാര മത്സ്യങ്ങൾ കാണാമെന്ന് അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോയതാ. ചുമ്മാ കണ്ടിട്ട് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമായതുകൊണ്ട് ചുമ്മാ കാണും. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളിങ്ങനെ ഇത്രയും ഉണ്ടായിരിക്കും, ഇത്രയും മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 265 രൂപയാണ്. ക്യാമറയ്ക്ക് എക്സ്ട്രാ പൈസ, അത് രണ്ടും കൂടെ, മൊബൈൽ ക്യാമറയും ഞങ്ങൾ 2 പേരും കൂടി 265 രൂപയായി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുളത്തിനകത്തൊക്കെ ഇങ്ങനെ മീനുകളെയൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് കാണാൻ നല്ല രസം. പിന്നെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിള്ളേർ സെറ്റിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും. അതുപോലെ പിള്ളേർക്കൊരു അത്ഭുതമായിരിക്കും അതിങ്ങനെ കുറേ മീനുകൾ ഇങ്ങനെ പല തരത്തിലുള്ള കാണാൻ ഭംഗിയുള്ളത് ഇങ്ങനെ കാണുന്നത്. പിന്നെ മഴക്കാറും ഭയങ്കര മൂടലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വെട്ടത്തിൻ്റെ നല്ല കുറവുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ മൂടിയ ക്ലൈമറ്റും മഴയായിരുന്നു, ഫുൾ മഴയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു കുളം സൈഡ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നമ്മളൊരു ടണലിലേക്കാണ് കയറുന്നത്. ടണലിലിങ്ങനെ അത് ഞാൻ പലയിടത്തും എല്ലായിടത്തും ഇപ്പോൾ ഇത് അക്വേറിയം ഇങ്ങനെ ടണലിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിനകത്ത് ഫോട്ടോ എടുക്കാനുള്ള തിരക്കെന്ന് പറയുന്ന ഭയങ്കര നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ നിന്നങ്ങ് ഫോട്ടോ എടുക്കുക ആൾക്കാർ. നമുക്കൊന്നും അങ്ങോട്ട് അത് പ്രോപ്പറായിട്ട് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർക്കങ്ങ് അവിടെ നിന്ന് അവരുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. അതുകൊണ്ടൊരു തിക്കും തിരക്കുമായിരുന്നു അതിനകത്ത്. ഇതിനകത്തായിരുന്നു എന്താ പറയുന്നത്, നമുക്കൊന്നും മര്യാദയ്ക്കൊന്നും കാണാൻ പോലും പറ്റിയില്ല.
അപ്പോൾ അങ്ങനെ ഇത് നല്ല രസമായിരുന്നു. ഇതിനകത്തായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഒരു ആക്രാന്തം. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി മുകളിലോട്ടാണ് കയറേണ്ടത്. മുകളിലോട്ട് കയറുമ്പം കുറേ ഒത്തിരി ടൈപ്പ് മീനുകളുണ്ട്. ആ മുകളിലിരിക്കുന്ന മീനുകൾ, അലങ്കാര മത്സ്യങ്ങളൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പ് കുറേ ഇങ്ങനത്തെ അലങ്കാര മത്സ്യങ്ങളുണ്ടായിരുന്നു. നമ്മളിതുവരെ അധികം അങ്ങനെ കാണാത്ത കുറേ ടൈപ്പ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒറിജിനൽ ജീവനുള്ള മീനാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്കൊരു കളിപ്പാട്ടം പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ. അപ്പം അങ്ങനെ ഈ പോയിസണസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫിഷുകൾ, കടലിനടിയിലുള്ള പിന്നെ ഈ സ്റ്റാർ ഫിഷ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് മുകളിലേക്ക് കയറുമ്പം അവിടെ ഒത്തിരി ടൈപ്പ് ഉണ്ടായിരുന്നു. ഒത്തിരി നമ്മളിതുവരെ കാണാത്ത കുറേ ടൈപ്പ് മീനുകൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇതിനകം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അതിനകത്തേക്ക് അങ്ങോട്ട് കയറിയപ്പോഴത്തേനും. ഇതൊക്കെ ഭയങ്കര നല്ല ഭംഗിയുള്ള വലിയ വലിയ മീനുകളായിരുന്നു. കുറേ വലിയ ടൈപ്പ്, ചെറിയ എപ്പോഴും നമ്മുടെ ഈ ഇങ്ങനെയുള്ള അലങ്കാര മത്സ്യങ്ങൾ കുഞ്ഞു ടൈപ്പല്ലേ കൂടുതലും. ഞാൻ കണ്ടിരിക്കുന്ന കുഞ്ഞു ടൈപ്പ് എനിക്കറിയത്തില്ല. ഞാനിതുവരെ ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങളെ അങ്ങനെ വളർത്തിയിട്ടൊന്നുമില്ല. ഇതുപോലുള്ള ടൈപ്പ് ഈ ഗപ്പി ടൈപ്പുകളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഏതൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ല, അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കൂടുതൽ അറിയായിരിക്കും. വലിയ ടൈപ്പ് ഇങ്ങനത്തെ അലങ്കാര മത്സ്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ള കുഞ്ഞു ടൈപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു, ഭയങ്കര ഭംഗി തോന്നിക്കുന്ന രീതിയിൽ. ഇതിനകത്ത് നമ്മുടെ കൊഞ്ചില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കൊഞ്ചിൻ്റെ ടൈപ്പ് ഉള്ള മീനുകൾ, പ്രോൺസ്, അതൊക്കെ ജീവനോട് അതിനകത്തോടെ ഇണക്കുന്ന ഇതുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നല്ല ഇതുപോലെ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു അവരുടെ ഒരു ലോകം എന്നുള്ള രീതിയിൽ ആണ്. ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ അതൊരു വേറൊരു ലോകം പോലെ തോന്നുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. എന്നൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതിനെ കണ്ടു. ഇതിനെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ കുടുക്ക പോലെ ഇരിക്കുന്ന മീൻ, നല്ല രസമുണ്ട്. ഇങ്ങനെ നടന്നു വരുന്ന മീൻസ് ഇതിങ്ങനെ നീന്തി നമ്മുടെ നേരെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നേരെ വരും. ഇതുങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ കാണാൻ. അതിൻ്റെ ആ ഒരു വലിപ്പവും ഇതിങ്ങനെ കുടുക്ക പോലെ ഇരിക്കുന്നു. അതിങ്ങനെ വരുന്ന നടപ്പുമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഭംഗിയും ഒരു രസം, നമുക്കൊരു രസം തോന്നും കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി നല്ല തിരക്കായിരുന്നു, സൺഡേ അല്ലേ, സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, മഴയായിട്ടും ഭയങ്കര തിരക്കായിരുന്നു. എസ്പെഷ്യലി പിള്ളേർക്ക് വേണ്ടി ആണ്, പിള്ളേർക്കൊരു രസം തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഇതിനെയൊക്കെ കാണാനും ഒക്കെ അവർക്കൊരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു രസം തോന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് പോയപ്പോഴത്തേക്കിനും ഭയങ്കര മഴയൊക്കെ ആയിട്ട് ഇരുണ്ട് മൂടി. 6 മണി പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം, ഒരു 5 മണി എങ്ങാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു സമയമൊക്കെ അപ്പോഴത്തേനും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയി. ഞങ്ങൾക്ക് മഴ പെയ്യുമെന്ന് തോന്നലുള്ളതുകൊണ്ട് കുടയും വടിയൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ മെയിനായിട്ടും വണ്ടിയൊന്നും എടുക്കാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, ഈ മഴയത്തുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടെ ഈ മഴയത്ത് ചായ കുടിക്കാൻ എല്ലാവരും ഭയങ്കര തിരക്ക്. ഞങ്ങൾ അതിനിടെ കയറി ഒരു ചായയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് പോകുമ്പോഴും ഭയങ്കര മഴയും തിരക്കൊക്കെ ആയിരുന്നു. അപ്പം ഇത് നമ്മുടെ കബ്ബൺ പാർക്കിൻ്റെ ഭാഗത്താണ്, നമ്മ ബംഗളൂരു അക്വേറിയം കബ്ബൺ പാർക്ക് ആ ഒരു ഏരിയയിൽ. അവിടെ തന്നെ അക്വേറിയം ഉണ്ട്, ബാൽഭവനുണ്ട്. ഇവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, കയറ്റുമെന്ന് അറിയത്തില്ല. ഇനി അഡൾട്ട്സിന് അവിടെ പൈസ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ദിവസം പോകണമെന്നൊരാഗ്രഹമുണ്ട്. അവിടെ ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടെ യൂബർ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ അവിടെ കിടക്കുന്ന ഒരു ഓട്ടോ ചേട്ടനോടൊക്കെ ചോദിച്ചു കൊണ്ടുവിടാമെന്ന്. അപ്പോൾ അങ്ങേര് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. നല്ല മഴയായിരുന്നു, പോകുന്ന വഴിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.